ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു ഉണക്കൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു ഈ ഉണക്കൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതെല്ലാവർക്കും ഒരു സംശയമായിരുന്നു, അത് ഫ്രിഡ്ജിൽ വെക്കണോ, വെയിലത്ത് വെക്കണോ, താഴത്താണോ മേലെയാണോ വെക്കേണ്ടത് എന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ അന്ന് ഉണ്ടാക്കിയ ഉണക്കലാണ്. ഒരു മാസമായി നമ്മൾ ഈ ഉണക്കൽ ഉണ്ടാക്കിയത്. ഇപ്പോഴും ഒരു കേടില്ല, ഒരു കളർ മാറ്റമോ ഒരു പൂപ്പലോ ഒന്നുമില്ല. ഫ്രീസറിലാണ് ഈ ഉണക്കൽ വെച്ചിരുന്നത്. നമ്മൾ ഫ്രീസറിൽ ഉണക്കൽ വെക്കുമ്പോൾ കട്ടാവില്ല, ഇതേപോലെ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ സൗകര്യം വെച്ചെങ്കിൽ അവിടെ വെക്കാം, വെയിലത്തിട്ട് ഉണക്കും വേണ്ട. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്നൊരു സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മസാലപ്പൊടി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണ് കുരുമുളക്, ഒരു 10 വറ്റൽമുളക്. ഇനി എത്രത്തോളം എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പൊടികൾ എടുക്കാം കേട്ടോ. പൊടികൾ കുറച്ച് പൊടിച്ച് വെച്ചാലും കുഴപ്പമില്ല, ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് വേപ്പിൻ്റെ ഇല. കുറച്ച് വേപ്പിൻ്റെ ഇല കൂടുതലിടണം, കൂടുതലിട്ടാലാണ് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ എത്രയും തോനെ വേപ്പിൻ്റെ ഇല വെച്ചാൽ അത്രയും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം വറവാവുന്ന വരെ നമുക്കിത് വറുത്തെടുക്കണം. ഇത് പൊടിക്കാനുള്ളതാണ്. മിക്സർ ജാറിലിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല വറവാവണം, കരിയാതെ ഇത് വറക്കണം. എണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്കിത് ചീഞ്ചട്ടിയിലിട്ടിട്ട് ഇതേപോലെ വറുത്തെടുക്കണം. ഇതേപോലെ ആയാലും നമുക്കിത് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി ഉണക്കൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കൊരു ധൈര്യത്തിൽ നമുക്കിത് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. നമുക്ക് മിക്സർ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. നല്ലോണം പൊടിയാവൊന്നും വേണ്ട, ഒന്ന് പൊടിഞ്ഞാൽ മതി. നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. ചെറിയ തരി ഉണ്ടായാലും കുഴപ്പമില്ല. ഇത് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ നമുക്കത് വീട്ടിലുണ്ടാക്കി ഉണക്കൽ വെച്ചിട്ട് നമ്മളിത് ചെയ്യുകയെങ്കിൽ അത്രയും നല്ലത്. വെയിലത്തിട്ട് ഉണക്കൊന്നും ചെയ്യാതെ തന്നെ നമുക്കത് നല്ലൊരു ടേസ്റ്റാണ്. വെയിലത്തിട്ട് ഉണക്കുണ്ടെങ്കിൽ നമുക്കത് ഒരു വേറെ രുചി ഉണ്ടാകും ഉണക്കലിന്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഉണക്കൽ ഇത് കൂട്ടും ചെയ്യാം. ഇനി ഉണക്കലിന് നമുക്ക് കുറച്ച് മത്തി എടുത്തിട്ട് നമുക്കിത് അന്ന് അയില ഇട്ടുണ്ടായി, അയില ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അയിലെടുക്കണില്ല, മത്തി എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മത്തി നമുക്ക് ഇനി കുറച്ച് എടുത്തിട്ട് തലയും വാലൊക്കെ കളഞ്ഞ് ചെളുക്കൊക്കെ കളഞ്ഞിട്ട് ചെറുതായി നുറുക്കിയെടുക്കണം. ഇതേപോലെ നമുക്ക് നുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ്, പൊരിച്ചെടുക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിരുമ്പി കൊടുക്കുക. ഇതപ്പം തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. നല്ലോണം എണ്ണ ചൂടായാൽ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ തീ കത്തിച്ചിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. കരിയാതെ അത് മൊരിച്ചെടുക്കണം, നല്ലോണം മൊരിയണം. എന്നാലാണ് നമ്മൾ വിചാരിച്ച സംഭവമായി കിട്ടുള്ളൂ. കരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമുക്ക് ഞാൻ മീനൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം മൊരിഞ്ഞ് കിട്ടണം, കരിയും ചെയ്യരുത്. അപ്പോൾ നമ്മളിത് ഉണക്കൽ ചതച്ചതാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഗൾഫിലേക്ക് കൊടുത്തയക്കാനും ആരെങ്കിലും ഒറ്റക്കൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് നല്ലതാണ്. ഇത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടാനും ചമ്മന്തി ഒക്കെ ഇത് തന്നെ മതി. മീനാണെങ്കിലും ഒക്കെ തന്നെ മതി, വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല. മക്കളും മരുമക്കളും ആങ്ങളാരും എല്ലാവരും ഗൾഫിൽ പോയിണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ കൊടുത്തയക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കൊടുത്തയച്ച് നോക്കി വെക്കുക. ആദ്യം നമ്മൾ കുറച്ചൊന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് ആദ്യം കൂട്ടി വെക്കുക. നമുക്ക് ഇഷ്ടമാകുക വെച്ചെങ്കിൽ നമുക്കൊന്ന് ഇത് കുറച്ച് തോന ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കാം. ഇത് കുറച്ചാണ് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ആർക്കും കൊടുത്തയക്കണില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ആ ഉണക്കൽ നമുക്ക് ഇതേപോലെ നമുക്ക് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇടിക്കല്ലിട്ടിട്ട് ചതച്ചെടുക്കാം. മിക്സിയിൽ ഇടരുതിട്ടാ, മിക്സിയിലിടാതെ തന്നെ നമുക്കിത് ഉണക്കൽ ഈ ഇടിക്കല്ലിട്ടൊന്ന് ചതച്ചെടുക്കുക. അല്ലെങ്കിൽ പിന്നെ അമ്മയും ഒന്ന് കുത്തി ചതച്ചാലും മതി. നല്ലോണം പൊടിയരുത്, നമുക്കത് തിന്നുമ്പോൾ ഇത് കടിക്കണം. ഈ ഉണക്കൽ നമുക്ക് കടിക്കണം. നമ്മൾ വറുത്ത ഉണക്കലൊക്കെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊടിച്ചാൽ മതി. അപ്പോൾ ഇത് നല്ലോണം മൊരിയണം. എന്തിനാ വെച്ചെങ്കിൽ നമുക്കിത് ഇടിക്കുമ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ നമുക്ക് പൊടിഞ്ഞ് പോകണം. അതിനാണ് നമുക്ക് നല്ലോണം മൊരിയിച്ചെടുക്കണം. ഇനി നമുക്ക് ആ പൊടിച്ച വെച്ച പൊടി നമുക്ക് ഇതിലേക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് നോക്കി വെക്കുക എരിവൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ പൊടിച്ച പൊടി ഇതിലേക്ക് പാകമായിട്ട് നമുക്ക് കിട്ടിയതിൻ്റെ ആ പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എരിവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ഇടണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് പൊടി അവിടെ മാറ്റി വെച്ച് നമുക്കിത് ചെയ്യുമ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് പുറത്ത് ഒരാഴ്ച വരെ വെക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിലാകുമ്പോൾ 6 മാസം വരെ നമുക്കത് കേടുകൂടാതെ ഇരിക്കും. ഒരു നനവുള്ള ഡിസ്പൂണോ അല്ലെങ്കിൽ ഒരു വെള്ളം ഒന്നും ആവാഞ്ഞാൽ മതി. തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്പൂണ് തുടച്ചിട്ട് നമുക്കത് എടുത്ത് കഴിഞ്ഞാൽ ഒരു 6 മാസമൊക്കെ ഇരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക.